ഹായ് ഹലോ, ഇതെൻ്റെ ആദ്യത്തെ ഓൺ വോയിസ് വീഡിയോ ആണ്. എങ്ങനെ ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ തുടങ്ങാമല്ലേ? എനിക്കും എൻ്റെ വീട്ടിലത്തെ വിശേഷങ്ങൾ മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യില്ലേ? അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടന്നാലോ? രാവിലെ കുറച്ച് അയില കിട്ടിയിരുന്നു. അപ്പോൾ അത് വൃത്തിയാക്കാനുള്ള പരിപാടിയിലാണ് ഞാൻ. നല്ല അയിലയാണെന്നാണ് മീൻകാരൻ പറഞ്ഞത്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ട്. മോശമൊന്നുമല്ല തോന്നുന്നു. നല്ല മുറിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവുമല്ലോ. നല്ല ഇലയാണെങ്കിലൊക്കെ നല്ല മീനാക്കിനൊക്കെ നമുക്ക് മുറിക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. അപ്പോൾ അത് കത്രിക കൊണ്ടാണ് മുറിക്കാറ്. മറ്റേതിനെ കൊണ്ട് എനിക്കത്ര വശമില്ല. അപ്പോൾ കത്രിക കൊണ്ട് തന്നെയാണ് ഞാൻ മുറിക്കൽ. അപ്പോൾ നമുക്ക് മുറിച്ച് വൃത്തിയാക്കിയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കറി വെക്കണം. കറി വെച്ചിട്ട് നമുക്ക് ചോറുണ്ടെങ്കിൽ കറി വെക്കണം. അപ്പോൾ രാവിലെ കുറച്ച് കക്കരിക്ക പെരക്കിയിരുന്നു. കക്കരിക്ക പെരക്ക് എന്നൊക്കെ പറഞ്ഞാൽ അറിയാവോ അറിയില്ല. ഞങ്ങൾ കാസർഗോഡ് ഇങ്ങനെയാണ് പറയുന്നത്. കക്കരിക്ക മോരൊക്കെ ഒഴിച്ചിട്ട് വെക്കുന്നതിന് കക്കരിക്ക പെരക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിതിൽ കുറച്ച് പൊരിക്കാനും എടുക്കണം, കുറച്ച് കറി വെക്കുകയും വേണം. അപ്പോൾ പൊരിക്കാനുള്ളത് എടുത്തിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ട് ഞാൻ അതിന് മസാലയൊക്കെ പുരട്ടി വെക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി എല്ലാം നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ടാൽ മതി. അത് ഞങ്ങൾക്കൊക്കെ ഇത്ര ആവശ്യമാണ്. പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചതും പിന്നെ കറിവേപ്പിലയും കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് എല്ലാം മിക്സ് ആക്കണം. കുറച്ച് വെള്ളം, അത് കുഴയാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് സമയം അത് പുരട്ടി വെച്ചാൽ മാത്രം നമുക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും. ഇത് മോനാണ് വീഡിയോ പിടിക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഷെയ്ക്കായി കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവനോട് ഞാൻ കുറച്ച് നേരം വീഡിയോ പിടിച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടപ്പോൾ അവനങ്ങനെ വന്നിട്ട് ചെയ്തു തന്നെയാണ്. ഇനി നമുക്ക് കറി വെക്കാനുള്ളതിന് നമുക്ക് കുറച്ച് മുളകും മല്ലിയും ഒക്കെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിനുള്ള ആദ്യം എണ്ണയൊക്കെ ഒഴിച്ചിട്ട് മുളക് ആദ്യം വറുത്തെടുക്കുക. എല്ലാം ഒന്നിച്ച് മിക്സാക്കിയിട്ട് വറുത്താൽ ശരിയാവില്ല, കരിഞ്ഞു പോകും. അപ്പോൾ ആദ്യം ഓരോരോ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വറുത്തെടുക്കേണ്ടി വരും. അപ്പോൾ ആദ്യം മുളകൊക്കെ കുറച്ച് വറുത്തെടുത്തിട്ട് മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം മല്ലി എടുത്തിട്ട് കുറച്ച് ഒന്ന് ചുവന്നിട്ട് വരണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. അങ്ങനെ മല്ലിയും വഴറ്റിയിട്ട് നമുക്ക് മിക്സിയിലേക്ക് ഇടാം. അടുത്തത് കുറച്ച് കുരുമുളക്, 2 മണി മതി, എത്ര നമുക്ക് എരിവിനനുസരിച്ചിട്ടുള്ളത് മതി. അപ്പോൾ അങ്ങനെ കുറച്ച് കുരുമുളക് ഇട്ടിട്ട് അതും ഒന്ന് വറുത്തെടുക്കുക, എണ്ണയിൽ തന്നെ വറുത്തെടുക്കുക. അങ്ങനെ വറുത്തെടുത്തിട്ട് അതും കൂടി നമുക്ക് മിക്സിയിലേക്ക് ഇട്ടിട്ട് കൂടെ തേങ്ങയും ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുന്നത് ഞാൻ വീഡിയോയിൽ എടുക്കാൻ മറന്നു പോയതാണ്. അപ്പോൾ അങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. ഞങ്ങളിവിടെയൊക്കെ അടുപ്പിലാണ് മീൻകറിയൊക്കെ വെക്കൽ. കനലുണ്ടെങ്കിൽ അടുപ്പിൽ തന്നെ കറിയൊക്കെ ഉണ്ടാക്കും. അപ്പോൾ രാവിലെ ചൂടുവെള്ളം വെച്ചപ്പോൾ കനൽ ഉണ്ടായിരുന്നു അടുപ്പിൽ. അപ്പോൾ ഞാനതൊരു പേപ്പറൊക്കെ ഇട്ട് കത്തിച്ചിട്ട് തീയൊക്കെ ആക്കി. അപ്പോൾ അടുപ്പിൽ തന്നെ ഒന്ന് കറി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അടുപ്പൊക്കെ കത്തിച്ചിട്ട് കറി ഉണ്ടാക്കണം. അപ്പോൾ ചട്ടിയിലാണ് ആക്കുന്നത്. അപ്പോൾ ചട്ടി വെച്ചിട്ട് നമുക്ക് കുറച്ച് അതിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. തക്കാളി, ഉള്ളി, പിന്നെ പച്ചമുളക്, ഇത്ര സാധനങ്ങൾ ഇട്ടിട്ട് കുറച്ച് സമയം വഴറ്റി കൊടുക്കാം. വഴറ്റി കൊടുത്തിട്ട് ചൂട് പിടിച്ചു എന്ന് പറയുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വഴറ്റി കൊടുക്കാം. ചൂട് പിടിച്ച സമയത്ത് കുറച്ച് പുളി പിഴിഞ്ഞിട്ട് ഒഴിക്കാം. പുളി പിഴിഞ്ഞൊഴിച്ചിട്ട് അത് കുറച്ചൊന്ന് വാടി വരുന്നവരെ നമുക്ക് വഴറ്റി കൊടുക്കാം. അതിന് ശേഷം തേങ്ങ അരച്ചിട്ടാണ് നമുക്ക് കറിയാക്കൽ. മീൻകറിയൊക്കെ ഇവിടെ തേങ്ങ അരച്ചിട്ടാണ് എല്ലാവർക്കും ഇഷ്ടം. അങ്ങനെ തേങ്ങ അരച്ച് അരപ്പൊക്കെ ഒഴിച്ചിട്ട് ആവശ്യമുള്ള വെള്ളവും ഉപ്പും ഒക്കെ ഇട്ട് കുറച്ച് സമയം അങ്ങനെ അടച്ചു വെക്കാം. ഇതിനിടയിൽ നമ്മളെ കുഞ്ഞുമോനെ നോക്കാൻ പോകുന്നുണ്ട് ഇടയ്ക്കൊക്കെ. അവനെന്ത് ചെയ്യണമെന്ന് അറിയണമല്ലോ. അപ്പോൾ അവന് ഇടയ്ക്കിടയ്ക്ക് നോക്കിയില്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും തട്ടിമറിച്ചിട്ടൊക്കെ ഇടും. എല്ലാം കോലാഹലമാക്കി വെക്കും. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക്
മീൻ വറുത്തെടുക്കാം. അപ്പോൾ പാൻ വെച്ചിട്ട് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ട്, ഞാൻ വെളിച്ചെണ്ണ എടുക്കാനാണെന്ന് വിചാരിച്ചത്. ഞാൻ വിചാരിച്ചു വെളിച്ചെണ്ണ വേണ്ട, പാം ഓയിൽ ആക്കാമെന്ന് വിചാരിച്ച് പാം ഓയിൽ കുറച്ച് ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് നേരത്തെ മാറ്റി വെച്ച മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും, അപ്പോൾ അതെടുത്തിട്ട് പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. അപ്പം ഇന്ന് വിച്ചൂട്ടിന് സ്കൂളില്ല, എലക്ഷൻ ആയതുകൊണ്ട് തലേ ദിവസവും 2 ദിവസം സ്കൂളില്ല. അതുകൊണ്ട് അവനും കൂടി ഉണ്ടായതുകൊണ്ട് 3 കഷ്ണം ഞാൻ ഇന്ന് ഉച്ചത്തേക്ക് എടുത്തു. ബാക്കി രാത്രിക്ക് എല്ലാവരും വന്നിട്ടാകുമ്പോൾ രാത്രിയത്തിൽ ചോറിന് വേണ്ടിയിട്ട് എടുക്കാമല്ലോ. അങ്ങനെ അത് മാറ്റി വെച്ചു. അപ്പം മീനൊക്കെ വറുത്ത് സെറ്റായിട്ടുണ്ട്. അപ്പം അപ്പുറം നമുക്ക് കറീൻ്റെ പരിപാടി എന്തായാലും നോക്കാം. കറിയിൽ എല്ലാം വെന്ത് വന്നിട്ടുണ്ടാവും. ഉള്ളിയും പച്ചമുളകും അങ്ങനെ എല്ലാം വെന്ത്, തക്കാളിയും എല്ലാം വെന്ത് വന്നിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം. മീനൊക്കെ ഇട്ട്, ഞാൻ നേരത്തെ മീനൊക്കെ ഉപ്പിട്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴുകിയിട്ട് വീണ്ടും ഒരിക്കൽ കഴുകി മീനൊക്കെ ഞാൻ കറിയിലേക്ക് ഇട്ട് കൊടുത്തു. നന്നായിട്ട് ഇളക്കി വെച്ചിട്ട് ഒന്നും കൂടി അടച്ച് വെക്കാം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പോയിട്ട് കറിവേപ്പില പറിച്ചുകൊണ്ട് വരാം. കറിവേപ്പിലൊക്കെ പറിച്ചുകൊണ്ട് തണ്ടോടെ 3 കറിവേപ്പിലയും തണ്ടോടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം കൂടി അടച്ച് വെച്ച് വേവിക്കാം. അതിനിടയിൽ നമുക്ക് കുഞ്ഞുമോനെ നോക്കാം. അവൻ നന്നായിട്ട് TV കണ്ടിരിക്കുകയാണ്. അവന് ഈ പരിപാടി ഭയങ്കര ഇഷ്ടമാണ്, മാഷാൻ്റെ പയർ. അപ്പോൾ അത് വെച്ച് കൊടുത്താൽ കുറച്ച് സമയം അങ്ങനെ ഇരുന്നോളും. നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് കഴിക്കാം. ചോറിന് എടുത്തിട്ട് ഞാൻ കഴിക്കാമെന്ന്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വിശേഷങ്ങൾ. ടാറ്റ, ബൈ ബൈ.